ശരീരത്തിനുണ്ടാവുന്ന അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും കൊടവയറും കാരണത്താൽ വളരെയധികം വിഷമിക്കുന്നുണ്ടോ നിങ്ങളുടെ ശരീരത്തിൻ്റെ പൊണ്ണത്തടിയും അമിതമായിട്ടുള്ള കൊടവയറും കുറച്ച് ശരീരം നല്ല പോലെ മെലിയാൻ നിങ്ങൾക്ക് സഹായിക്കുന്ന കിടിലൻ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിൻ്റെ മുന്നേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. വീഡിയോ ഇപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ കേട്ടോ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും കൊടവയറും കാരണത്താൽ വളരെയധികം വിഷമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും കൊടവയറും നിങ്ങൾക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അമിതമായിട്ടുള്ള പൊണ്ണത്തടിയും കൊടവയറും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് പോലും നിങ്ങൾക്ക് ഇടാൻ സാധിക്കില്ല. ഇനി നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊക്കെ ഇടാൻ സാധിക്കും കേട്ടോ. ഞാൻ ഈ പറയുന്ന രീതിയിൽ 1 മാസം ചെയ്താൽ മതി നല്ലൊരു മാറ്റം നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അതെന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്ത് വേണം കഴിക്കാനായിട്ട്. വ്യായാമം ചെയ്യാനായിട്ട് നോക്കുക. അതായത് നടക്കാനായിട്ടൊക്കെ നോക്കുന്നതൊക്കെ നമ്മുടെ ശരീര വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ശരീര വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നടത്തമാണ്. നടത്തം നല്ലപോലെ നമ്മൾ നടത്തം രാവിലെയും വൈകിട്ടുമായിട്ട് നടക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് നല്ലപോലെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു മാറ്റം നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നതാണ്. ഇപ്പം നമ്മളിപ്പം കഴിക്കുന്ന ആഹാരത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീര വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം 3 നേരം കഴിക്കുന്നത് ഒരു 5 നേരമായി കഴിക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും. വാരി വലിച്ച് കഴിക്കാതിരിക്കുക. വിശപ്പ്, അതായത് നമ്മുടെ വിശപ്പ് അടക്കുന്ന രീതിയിൽ കഴിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് വെള്ളം നല്ല പോലെ കുടിക്കുക. ഇപ്പം നിങ്ങൾ വെള്ളം കുടിക്കുന്നതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഉലുവ ഇട്ട് കുടിക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയൊക്കെ ഇട്ടിട്ട് അത് തിളപ്പിച്ച് കുടിക്കുക. അതൊക്കെ നമ്മുടെ ശരീര വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ചെറിയ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നതുമൊക്കെ നമ്മുടെ ശരീര വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. പല സെലിബ്രിറ്റികളും ഹിന്ദി സിനിമ നടിമാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉലുവ ഇട്ടുള്ള വെള്ളമാണ് അവരുടെ വെയിറ്റ് ലോസിന് വേണ്ടി അവർ കുടിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ചിയ സീഡ്. അതായത് ചിയ സീഡ് എന്ന് പറയുന്നത് നമ്മുടെ തുളസിയുടെ പൂവിൽ നിന്നുണ്ടാവുന്ന ആ ഒരു കുരു ഉണ്ടല്ലോ, അതാണ് ചിയ സീഡ്. ഞാൻ ഇവിടെ കൊടുക്കാം. അത് നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അത് കുതിർത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം 1 കപ്പ് നിങ്ങൾ കുടിക്കുന്നത് നിങ്ങളുടെ വെയിറ്റ്, അതായത് നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെയൊക്കെ ഉരുക്കി മാറ്റാൻ സഹായിക്കുന്നതാണ്. ഇപ്പം ഞാനിപ്പം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ചസ് ആണ് നിങ്ങളുടെ ബോഡിക്ക് കിട്ടുന്നത്. ഇപ്പം വ്യായാമം ചെയ്യാതെ തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. പക്ഷേ നമ്മൾ ആഹാര കാര്യങ്ങളും ഈ പറയുന്ന മെത്തേഡൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. നമുക്കിപ്പം അധികം വ്യായാമം ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും വീട്ടിൻ്റെ അകത്ത് തന്നെ നടക്കാനൊക്കെ നോക്കുക. അതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ശരീര വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങളിപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അതെന്തൊക്കെയാണെന്നുള്ളത് കാണാം. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം കുടിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ തയ്യാറാക്കി രാത്രിയിൽ വെക്കണം. അത് രാവിലെയാണ് കുടിക്കേണ്ടത്. അതായത് 2 കഷ്ണം കൊടംപുളി ഇളം ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് കുതിരാനായിട്ട് വെക്കുക. അത് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ആ ഒരു ചൂടുള്ള വെള്ളം കുടിച്ചതിന് ശേഷം അത് കുടിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മളെല്ലാവർക്കും ചായ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. ചായ കുടിക്കാനായിട്ട് പാടില്ല. ഒന്നെങ്കിൽ ഗ്രീൻ ടീ, അതല്ലെങ്കിൽ കടിഞ്ചായ, അതല്ലെങ്കിൽ കോഫി. നിങ്ങളിപ്പം കോഫി ആണെങ്കിലും ഗ്രീൻ ടീ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് നോക്കണം. ഒരു മീഡിയം കഷ്ണത്തിലുള്ള ഇഞ്ചി ചതച്ചെടുക്കുക. അത് ചതച്ചത് നമ്മൾ ചായ ഉണ്ടാക്കാൻ വെക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പിന്നെ ഒരു മീഡിയം കഷ്ണത്തിലുള്ള ഒരു ഏലക്കായും കൂടി അങ്ങോട്ട് ചതച്ചിടുക. ചതച്ചിട്ടതിന് ശേഷം നമ്മൾ മധുരത്തിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് കൽക്കണ്ടോ അതല്ലെങ്കിൽ ശർക്കരയാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ കൽക്കണ്ട ഉപയോഗിക്കാറില്ല. ശർക്കര ഉപയോഗിച്ചപ്പോഴാണ് എനിക്കൊരു ബോഡി വെയിറ്റ് പെട്ടെന്ന് കുറയുന്നതായിട്ട് തോന്നിയത്. ഞാൻ 1 നേരം മാത്രമേ ശർക്കര ഇട്ട് ചായ കുടിക്കാറുള്ളൂ. വൈകുന്നേരങ്ങളിൽ അങ്ങനെ ഞാൻ ചായ കുടിക്കാറില്ല. കടിഞ്ചായ ആയാലും കോഫി ആണെങ്കിലും ഞാൻ കുടിക്കാറില്ല. ഇപ്പം അങ്ങനെ നമ്മുടെ സംഭവം തയ്യാറായിട്ടുണ്ട്. അതാണ് കുടിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല പോലെ വെള്ളം കുടിക്കണം. ഈ കാണുന്ന കുപ്പിയുണ്ട്, ഇത് 2 കുപ്പിയാണ് ഞാൻ കുടിക്കുന്നത്. ഈ കാണുന്ന കുപ്പിയിലെ വെള്ളം കണ്ടോ, ഇത് 2 കുപ്പി ഞാൻ കുടിക്കും.
ശരീര വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന മരുന്ന് നിങ്ങൾ കഴിച്ചാൽ മതി. ഇതൊരു പ്രൊമോഷനോ ഒന്നുമല്ല, പലർക്കും ഒരു മാറ്റം കിട്ടിയ കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ആയുർവേദിക് മെഡിസിൻ ആണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഈ ഒരു കാര്യം. അതെന്താണെന്നുള്ളതും ആ മരുന്ന് മേടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മരുന്ന്. ഇത് കഷായവും ഇതൊരു ടാബ്ലറ്റുമാണ്. ഇത് രണ്ടും കൂടി കഴിച്ചാലേ നമുക്കൊരു മാറ്റം പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ. ടാബ്ലറ്റിനകത്ത് 30 ടാബ്ലറ്റാണ് ഉള്ളത്. ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. ഇതുണ്ട്. ഇത് നമ്മുടെ വയറ് കുറയ്ക്കാനും ശരീരവണ്ണം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം ചേർത്തേക്കുന്നത്. ഇത് കഴിക്കേണ്ട രീതിയും പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 300 രൂപയാണ് ഇതിൻ്റെ വില. ഞാൻ ആകെ ഒരു ബോട്ടിൽ കുടിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല പോലെ മാറ്റം കിട്ടി കേട്ടോ. പിന്നെ കഷായവും കുടിക്കണം. കഷായം കുടിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ആഹാരം കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഷായവും ഈ മരുന്നുമൊക്കെ കുടിക്കുന്നത്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 350 രൂപയാണ് ഇതിൻ്റെ വില. ഇത് നമ്മുടെ വയറാണെങ്കിലും ശരീരത്തിൻ്റെ അനാവശ്യ കൊഴുപ്പിനെയൊക്കെ ഉരുക്കി മാറ്റി നല്ലപോലെ ഷേപ്പ് ആക്കാൻ നമുക്ക് ഈ ഒരു കഷായത്തിൽ നിന്നാണെങ്കിലും ഈ ഒരു ടാബ്ലറ്റിൽ നിന്നാണെങ്കിലും സാധിക്കുന്നതാണ്. ഇത് വെറുതെ പറയുന്നതല്ല. എനിക്ക് വളരെ വെയിറ്റ് ഉള്ള ഒരാളായിരുന്നു. എൻ്റെ ശരീരവണ്ണം കാരണം ഞാൻ വളരെ സങ്കടപ്പെട്ടതാണ്. ഈ മരുന്ന് കഴിച്ച് എനിക്ക് നല്ല പോലെ മാറ്റം കിട്ടി. ഇതൊരു ആയുർവേദിക് മെഡിസിനാണ്. മറ്റുള്ള ദോഷങ്ങളോ സൈഡ് എഫക്റ്റോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരം കഴിച്ചുകൊണ്ട് അമിതമായി കഴിക്കാതെ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആഹാരം അമിതമായി കഴിക്കാതെ നമുക്ക് നമ്മുടെ ശരീര വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. കാരണം ഈ കഷായം കുടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അനാവശ്യ കൊഴുപ്പൊക്കെ പെട്ടെന്ന് തന്നെ ഉരുക്കി മാറ്റാനൊക്കെ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ കഷായം ഈ ടാബ്ലറ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ അത് മേടിക്കുന്ന എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ കാണിക്കാം. ഇപ്പം ഞാൻ കാണിച്ച ആ ഒരു മരുന്നും കഷായം മേടിക്കുന്നതിനുള്ള ആ ഒരു കോൺടാക്ട് നമ്പറാണ് ഇത്. അവരുടെ 2 വാട്സാപ്പ് നമ്പറുണ്ട്. ആ 2 വാട്സാപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാനും. ഈ മരുന്ന് ഫ്ലിപ്കാർട്ട്, ആമസോണിലും ഒക്കെ കിട്ടുന്നതാണ്. അവർക്ക് 3 ഇപ്പം അവർക്ക് 4 ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഇതൊരു ആയുർവേദിക് ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്നാണ് നിങ്ങളിലേക്ക് ഈ മരുന്നുകളൊക്കെ എത്തിക്കുന്നത്. ഇതാണ് ആ 2 നമ്പരും. പിന്നെ ഡോക്ടേഴ്സിനെയൊക്കെ ഞാൻ കാണിക്കാം. ഞാൻ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോൾ ഉള്ള ഒരു പർച്ചയാണ്, അതായത് അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ പുറവശത്തുള്ള നമ്പറാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഡോക്യുമെൻ്റാണ് ഇതെൻ്റെ അവരുടെ. ഡോക്ടേഴ്സിനെ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇവർ 3 പേരുമാണ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്. നല്ല അടിപൊളി ട്രീറ്റ്മെൻ്റ് ആണ്. എനിക്ക് നല്ല പോലെ മാറ്റം കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്കിന്നിൻ്റെ നിറം വെക്കുന്നതിനാണെങ്കിലും എൻ്റെ ബോഡി ഷേപ്പ് ആക്കുന്നതിനുമൊക്കെ എനിക്ക് നല്ല പോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് അവരുടെ ഹോസ്പിറ്റലാണ് ഇത്. ഈ ഒരു സിമ്പൽ നിങ്ങൾ നോക്കി തന്നെ മേടിക്കണം കേട്ടോ. ഈ കാണുന്ന സിമ്പലും ഉണ്ടോ, ഇത് നോക്കി തന്നെ മേടിക്കാനായിട്ട് നോക്കണം. ഇതാണ് അവരുടെ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്. പിന്നെ എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതിയേക്കുന്നത്. നല്ല അടിപൊളി ചേഞ്ചസ് നൽകാനായിട്ട് നിങ്ങൾക്ക് ഈ ടാബ്ലറ്റിൽ നിന്നും ഈ കഷായത്തിൽ നിന്നും സാധിക്കുന്നതാണ്. 100% റിസൾട്ട് ഉറപ്പാണ് നിങ്ങൾക്ക്. അതായത് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾ സലാഡ് കഴിക്കാം, ഫ്രൂട്ട്സ്, കൂടാതെ തന്നെ കൂടുതലും ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ഫ്രൂട്ട്സുകൾ അങ്ങനെയൊന്നും കഴിക്കാതിരിക്കുക. ടീ കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം. ഇപ്പം നിങ്ങളിപ്പോൾ ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഷുഗർ ഇടാതെ കുടിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ശർക്കര ഇട്ട് കുടിക്കാം. ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയാൽ, ഷുഗറും ചോറും ഒഴിവാക്കിയാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാറ്റം നമ്മുടെ ബോഡിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഷുഗറും നമ്മൾ ചോറും കഴിച്ചിട്ട് വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മാറ്റവും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതല്ല. അപ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്താലേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു മാറ്റം 1 മന്ത് കൊണ്ട് നമ്മുടെ ബോഡിക്ക് കിട്ടാൻ സാധിക്കുള്ളൂ. പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ എന്തായാലും ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം. എന്തായാലും നിങ്ങളുടെ ശരീര വെയിറ്റ് കുറച്ചെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതൊക്കെ. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചെറിയ ജീരകം ഇട്ടിട്ടുള്ള വെള്ളം, ഉലുവ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കുന്നതൊക്കെ നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക്
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അതിന് മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അതും വന്ന് നിങ്ങൾ പറയാൻ കൂടി നിങ്ങൾ മറക്കരുതേ കേട്ടോ. ഈ ഒരു മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.